ലഭിച്ച സാഹചര്യം ഒന്നുമില്ല, ഒരു റിപ്പോർട്ടില്ല. കണക്കിൻ്റെ ഒരു മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുറിച്ച് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിടും. പുതിയ തീരുമാനമില്ല, ഒരു തീരുമാനവും എടുക്കുന്നില്ല. ഒരാഴ്ച കൊണ്ട് തീരുമാനങ്ങൾ രാവിലെ മനോരമ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറിച്ച് ശിക്ഷിച്ചായിട്ടുണ്ട്. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ 5 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റും. ഇല്ലില്ല, ഇനി എല്ലാം ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും. ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ, നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കാനുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഏതാണ്ട് 50-ൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ട് ഓടാം. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഈ ടാക്സിന്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട്. കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം. അവരുപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ്, നമ്മുടെ PWD റോഡുകളാണ് അവർ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷവും, ഹൈവേകളും. പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോവുകയും നമുക്കതിന്റെ ഗുണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചില ഗണേഷ് കുമാറിന് ഇടി കിട്ടി, തൊഴി കിട്ടി എന്നൊക്കെയാണ്. എന്നെ നാട്ടുകാരും ഇടിക്കുന്നില്ല. എനിക്ക് ആകെ എന്നെ പോലീസ് വകുപ്പ് നിർബന്ധിച്ചുകൊണ്ട് ഒരു ഗൺമാൻ അവിടെ ദൂരെ ഉണ്ട്. എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല.